ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഏകദേശം മേജർ സപ്പോർട്ട് സോണിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ്. ഐ ടി സെക്ടർ 1.5% ഒരു ഫോളാണ് കണ്ടത്. ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള 50% താരിഫാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്നലെ നമ്മുടെ മന്ത്ലി എക്സ്പയറി ആയിട്ട് വലിയ താഴേക്ക് ഡ്രാഗ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ടൈറ്റാൻ പോലെയുള്ള അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കുറച്ച് കമ്പനീസ് ദീപാവലിയുടെ ഭാഗമെന്നോണം കുറച്ച് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 180 പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അത് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടതിന് ശേഷം വരാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നതല്ല, ഇന്നലെ ക്ലോസ് ആയ ഡോയും നാസ്ഡാക്കും പോസിറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവാണ്. അതായത് ഗ്ലോബൽ സപ്പോർട്ടുകളൊന്നും തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. ഐ സി സി ബാങ്കിൻ്റെ ഗ്രൂപ്പ് ചീഫ് കംപ്ലയിൻറ്റ് ഓഫീസർ റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇൻഫോസിസിനെ സംബന്ധിച്ച് അവർ മാസ്റ്റർ കാർഡ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് കമ്പനിയായിട്ട് അവർ ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെട്ടു. റിലയൻസാണ് പ്രധാന താരം. റിലയൻസിൻ്റെ 48ാമത്തെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇന്ന് നടക്കുകയാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് ഇപ്പോൾ അവരുടെ റീറ്റെയിൽ മേഖല അല്ലെങ്കിൽ അതൊക്കെ IPOയിലേക്ക് ഇനി വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ജിയോ ഫിനാൻസ് മാത്രമാണ് വന്നിട്ടുള്ളൂ, ടെലികോം മേഖല വന്നിട്ടില്ല, റീറ്റെയിൽ മേഖല വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് മാർക്കറ്റിന് വളരെ ഒരു വലിയൊരു യൂട്ടേൺ ആവും. അടുത്തത് മുത്തൂറ്റ് 500 കോടി രൂപ ഇവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള മുത്തൂട്ട് മണിയിലേക്ക് ഫണ്ട് ഇൻഫ്യൂസ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. CG പവർ കമ്പനി അവർ പുതിയ ഗുജറാത്തിലെ അവരുടെ പുതിയ ഒരു OSAT ഫെസിലിറ്റി അവർ ലോഞ്ച് ചെയ്തു എന്ന് അറിയിച്ചിട്ടുണ്ട്. എക്സാവിയർ കമ്പനി റിപ്പീറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് പുതിയ ഒരു വൈബ് കോഡിംഗ് ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ലെമൺ ട്രീ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനിയാണ്. 98 റൂമുകൾ അവർ അക്യൂർ ചെയ്തിട്ടുണ്ട് ബുദിൽ. ഇനിയാണ് 3-4 പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത് ഇന്നത്തെ. ആദ്യം ഫെർട്ടിലൈസർ കമ്പനി. നമ്മുടെ GST കൗൺസിൽ ഫെർട്ടിലൈസറിൻ്റെ GST 18% നിന്ന് 12% കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ UPL അല്ലെങ്കിൽ PA ഇൻഡസ്ട്രീസ് അങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസർ വളം നിർമ്മിക്കുന്ന കമ്പനീസ് ഉണ്ട്. ഇത്തരം കമ്പനീസിന് ഇന്ന് ഫോക്കസിൽ വരുമെന്ന് ഈ ഒരു ന്യൂസ് കാരണം ഫോക്കസിൽ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അടുത്ത ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈലിൽ GST കൗൺസിൽ 12% നിന്ന് 5% GST റിലീഫ് കൊണ്ടുവരികയാണ്. അതിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ കമ്പനീസ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓരോരോ ടെക്സ്റ്റൈൽ കമ്പനീസിനും അതൊരു റിലീഫ് ആകുന്ന ഒരു ന്യൂസാണ്. അടുത്തത് റിന്യൂവബിൾ എനർജി കമ്പനി. സോളാർ കുക്ക് മേക്കേഴ്സ് അല്ലെങ്കിൽ സോളാർ വാട്ടർ സിസ്റ്റം, എനർജി ഡിവൈസസ് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസിന് 12% നിന്ന് 5% GST കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് ഫുഡ്വെയറിൻ്റെ 2500 രൂപയിൽ താഴെയുള്ള ഫുഡ്വെയറിൻ്റെ എല്ലാം തന്നെ GST 12 റുപ്പീസിൽ നിന്ന് 5% 12% നിന്ന് 5% അത് കുറയ്ക്കുമെന്നുള്ള ഒരു ന്യൂസാണ്. അതിപ്പോൾ ബാറ്റ, ക്യാമ്പസ് വെയർ, റിലാക്സോ, ഫുഡ്വെയർ തുടങ്ങിയ ഒരുപാട് ഫുഡ്വെയർ ഇൻഡസ്ട്രീസ് കമ്പനീസ് ഇന്ത്യയിലുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, അപ്പോൾ ഫുഡ്വെയർ കമ്പനീസ് ഇന്ന് പ്രധാനമായിട്ടും ലൈം ലൈറ്റിലേക്ക് വരും. ഇത്തരം സ്റ്റോക്കുകൾ ഇന്ന് ബൈ ചെയ്യാമെന്നോ ഒന്നും ഉള്ള റെക്കമെൻഡേഷനല്ല. GST കൗൺസിൽ റിലീഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള 50% താരിഫ് മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരുപാട് ഇത്തരത്തിലുള്ള നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും. പ്ലസ് UAE പോലെയുള്ള മറ്റ് അറബ് രാജ്യങ്ങൾ പോലെയുള്ള വിപണികളും കണ്ടെത്തുന്നതിൻ്റെ തിരക്കിലാണ് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ. അപ്പോൾ ശുഭകരമായിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റിലെത്താം. താങ്ക് യു ഓൾ.